മക്കളെ, ഇവനാണ് നമ്മുടെ ക്ലാസ്സിലെ മണ്ടനായ കുട്ടി. അതെ, അതുകൊണ്ട് നമ്മക്ക് ഇവനെ കടിച്ചു പറിച്ചു തിന്നാം, അല്ലേ ചേട്ടാ? അതേ മോളൂസേ, നമുക്കിവനെ കടിച്ചു പറിച്ചു തിന്നാം. എന്റെ പൊന്ന് ഗൈസ്, നമ്മൾ വീണ്ടും ഒരു സ്കൂളിൽ പെട്ട് കിടക്കാണട്ടാ. എന്താന്നറിയില്ല, നമ്മൾ സ്ഥലം മാറിപ്പോന്ന സ്കൂളൊക്കെ ഭയങ്കര ഈവലായിട്ടുള്ള ടീച്ചേഴ്സിലെ സ്കൂളാണ്. ഇതോക്കറാ, ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് 1+1=3 എന്ന് എഴുതിയോണ്ട് എന്നെ ബിഗ്ഗസ്റ്റ് ന്യൂബ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഇവിടെ ഒട്ടിച്ചു വെച്ചു ഗൈസ്. ഓ മൈ ഗോഡ്. അത് മാത്രമല്ല, ഈ ഒരു ടീച്ചർമാർ ഭയങ്കര ഇടങ്ങാറാണ്. 2 ടീച്ചറുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സ്കൂളിൽ നിന്ന് എസ്കേപ്പ് ആകണം. ബട്ട് ഐ ഡോണ്ട് നോ. ഓക്കെ, ഇവിടെ എന്തോ കാണുന്നുണ്ടല്ല, ഫയർ അലാറം. ഇത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇപ്പുറത്തില്ല ഒരു സെല്ല് തുറന്നു കേട്ടാ. ഈ ഒരു വാതിൽ വഴി നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. ദേണ്ട ഇവിടെ ഒരുത്തം കടന്ന് പരങ്ങണ്. ഇത് ഏത് ചേച്ചിയാണ്? ഹലോ ചേച്ചിയായി, ആരെയാ കണ്ടിങ്ങനെ പേടിക്കണത്? ആരാ ഇവിടെ? ഓ മൈ ഗോഡ് ഗൈസ്, ദേണ്ടേ ആ ഒരു ടീച്ചർ. ഓ, ഒരാൾ മാത്രമേ ഇവിടെ ഇല്ലട്ടാ, മറ്റേ പെണ്ണുങ്ങൾ എവിടെ ഇല്ലെന്ന് ഒരു പിടുത്തൂല. ഓ മൈ ഗോഡ്, നമ്മളെ പിടിക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ ഗൈസ്, ദേണ്ട പുറകിൽ. ഒന്നും ചെയ്യൂല, ഇജ്ജ് പേടിക്കണ്ടാന്ന്. തച്ചങ്ങട് കൊല്ലും, അത്രയില്ലു. അവിടെ നിക്ക്. നിന്നെക്കടക്കത്ത് കൊറിയ കുരുത്തക്കെട്ടവന്മാരെ ഞാനങ്ങട് തീർത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെയാണോ നിന്നെ കണക്കത്തൊരു പൊടിപ്പയ്യൻ? നിക്കടവിടെ, ഇന്ന് നിന്നെ ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കും. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമാവട്ടെ. അതാണ്ട് വേറൊരുത്തിന് ഓടിപ്പോട്, നമുക്ക് മേലേക്ക് കയറാം. ഓക്കെ, എന്തു പറ്റി? തേണ്ട കടന്നിറങ്ങണ്. ഡേ, ഇയാളാണ് നമ്മളെ മിക്സിയിലിട്ട് അരക്കുന്നെ. ഇതെന്താണ്ട ബയറാണല്ല ബിരിയാണി ചെമ്പാ. തൊള്ളിയും തുറന്ന് ഉറങ്ങാണ് ഗൈസ്. ഈ ഒരു ടീച്ചറുടെ പല്ലും കണ്ണും കണ്ടാ, ഇവരെന്തോ മോൺസ്റ്റർ ആണെന്ന് എനിക്ക് തോന്നട്ടാ. ഇവരെന്തായാലും മനുഷ്യന്മാരല്ല ഗൈസ്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓ മൈ ഗോഡ്, എന്തോ ഭാഗ്യം അയാളുടെ മുന്നിൽ പെട്ടില്ല. നമ്മള് നൈസായിട്ട് ഇവിടുന്ന് ചാടി ഇപ്പുറത്തേക്ക് കയറിയോണ്ട് അയാൾ ഉറങ്ങിയട്ടാ. സോ ഇനി ആ പെണ്ണുങ്ങളുണ്ട്, ആ പെണ്ണുങ്ങളായിട്ടുള്ള ടീച്ചർ എവിടെ ഇല്ലെന്നൊരു പിടുത്തൂല്ല. നമുക്ക് ഈ വെന്റിന്റെ അകത്തേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടുന്ന് എവിടത്തേക്കാ പോണെന്ന് എനിക്കൊരു പിടുത്തൂല്ല, പക്ഷേ നമുക്ക് ഈ സ്കൂളിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയാൽ മതി. ഓ, ഇത് നോക്കറാ, താഴെ മൊത്തം കുന്തമുന വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ചാടി താഴേക്ക് വീണ നമ്മുടെ ചന്തിയുടെ കാര്യം തീരുമാനമാവും. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഊതോണ്ട് വലിയൊരു തല, ആ ഒരു ടീച്ചറുടെ തലയിൽ ഇത്. അത് ഗൈസ്, താഴെയാണെങ്കിൽ മൊത്തം ലേസർ കണക്കത്തെ എന്തോ ഒരു സാധനം ഉണ്ട്. സോ നമുക്ക് എന്തായാലും അപ്പുറത്ത് പോയിട്ട് കറക്റ്റ് ആയിട്ട് നോക്കി നോക്കാം എന്താ സംഭവം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളിവിടെ എത്തി. ഇതെന്താണ്? ഇതെന്തെങ്കിലും റോബോട്ടോ പ്രതിമയായിട്ടാണ്? ഹലോ, ഞാൻ ശംഭു ദി റോബോട്ട് 3.0. കുട്ടികൾ എവിടേക്കെല്ലാം പോകുന്നുണ്ടെന്ന് എൻ്റെ ഷാറിന് എൻ്റെ കണ്ണിലെ ക്യാമറ വഴി ഞാൻ റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരാൾക്ക് പോലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ സാധിക്കില്ല. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പൊ അതൊരു റോബോട്ടാണ്, വലിയ തലയിലെ റോബോട്ട്. അതിന്റെ ആ കണ്ണ് എന്ന് പറയുന്നത് ക്യാമറയാണ് കേട്ടാ. അപ്പൊ നമ്മൾ കുട്ടികൾ എവിടേക്കെല്ലാം പോകണ്ടെന്ന് അയാൾക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ അയാൾക്ക് നമ്മളെ വളഞ്ഞിട്ട് പിടിക്കാൻ പറ്റും. ഓ മൈ ഗോഡ്, നമ്മളെന്തായാലും പിടികൊടുക്കാൻ പാടില്ല ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് എസ്കേപ്പ് ആവണം. ഓക്കെ, അപ്പുറത്തൊരു സ്വിച്ചും കൂടി ഉണ്ട്. ആ ഒരു സ്വിച്ചും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുന്നതാണ് എന്റെ വിശ്വാസം കേട്ടാ. ലെറ്റ്സ് ഗോ. താഴെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തിയാവും. നോക്കറാ, താഴെ മൊത്തം എന്തോ അരക്കണ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ദേണ്ട അപ്പുറത്തെ ഡോർ ഓപ്പൺ ആയി. നമുക്ക് അപ്പുറത്തേക്ക് പോയാൽ മതി. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഇതുവരെ വലിയ രീതിക്കൊന്നും സംഭവിച്ചില്ല, പക്ഷേ 2 ടീച്ചർമാരും ഒന്നിച്ചു വന്നാൽ നമ്മുടെ കാര്യം തീരുമാനാവൂലേ? അതെ ഗൈസ്, എങ്ങനെയെങ്കിലും ഇവിടുന്ന് എസ്കേപ്പ് ആവാം. ലെറ്റ്സ് ഗോ. ദേണ്ട നമ്മുടെ മുന്നിലൂടെ ഒരുത്തൻ ചാടിച്ചാടി പോണ്. അവനെല്ലാ വഴിയും അറിയാന്ന് തോന്നുന്നു. മിക്കവാറും ഇതൊരു പ്രോ പ്ലെയർ ആയിരിക്കും. ഹലോ സേട്ടാ, നിങ്ങൾ പ്രോ പ്ലെയർ ആണോ? അതെ, ഞാൻ പ്രോ പ്ലെയർ ആണ്. നിങ്ങൾ എങ്ങനെയാ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച്? അപ്പൊ നീ ഒരു മുടുക്കനാണേ. ഞാൻ നിനക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവേണ്ട വഴി കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. എന്റെ പുറകിൽ തന്നെ വന്നാ മതി. പുറകിൽ വന്നാ മതി എന്നിട്ട് ചെങ്ങായി എവിടെ പോയി? ഹലോ ചേട്ടാ, എവിടെ പോയി? ഓ, ഇത് മുകളിലേക്ക് പോയാ? അത് എന്റെ പൊന്നു ഗൈസ്, മുകളിൽ മൊത്തം ലേസറാണ്. നോക്കറാ, ആ ഒരു പ്രോ പ്ലെയർ പോലെ പോക്ക്. അതേപോലെ കറക്റ്റ് ആയിട്ട് നമുക്കും പോണട്ടാ. അയാൾ കുറെ പ്രാവശ്യം ഇവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് എവിടെയും മുട്ടാണ്ട് മുകളിലെത്തി. ഓക്കെ, നമ്മൾ എത്തിന്നാ തോന്നട്ടാ. അതെ ഗൈസ്, നമ്മളെത്തി. ഓക്കെ, ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാം. ലെറ്റ്സ് ഗോ. ഹലോ ചേട്ടാ, നിങ്ങളാള് പുലിയാടട്ടാ. ഗൈസ്, ചങ്ങായി നോക്കറാ, എടാ എവിടെയും മുട്ടാണ്ട് പോണ്. ഓക്കെ, നമുക്കും അതേ കണക്ക് മുട്ടാണ്ട് പോണം ഗൈസ്. ഇതിൽ മുട്ടിക്കഴിഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ ചുറ്റും കുറെ കുന്തമനയാണ്. നമ്മൾ അതിൽ അകപ്പെട്ടിട്ട് നമ്മൾ പണ്ടാരടങ്ങിപ്പോ. ഓക്കെ, ഇപ്പുറത്തെത്തി. ഓ, ഇതെന്താണ്? ഓക്കെ, ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്തോ പോയസൺ, എന്തോ വെള്ളാന്ന് തോന്നട്ടാ. ഓ, ഇതാണ്ട് ഇവിടെ ഒരു മരക്കഷ്ണം പൊട്ടിക്കിടക്കണ്. പെട്ടെന്ന് അവിടത്തേക്ക് ചാടിയിട്ട് അപ്പുറത്തേക്ക് ചാടണം, ഇല്ലെങ്കിൽ നമ്മൾ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് ചാടാം. ലെറ്റ്സ് ഗോ ഗൈസ്. താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനം. ഓക്കെ, അയ്യോ, ഓ മൈ ഗോഡ്. A few moments later. ഇപ്രാവശ്യം നമ്മൾ താഴെ വീഴാൻ പാടില്ല. ഓക്കെ, ആ ഒരു പൊട്ടിയ മരത്തിന്റെ അടുത്ത് പെട്ടെന്ന് ചാടാം. ജമ്പ്. അമ്മച്ചി, ഇപ്പൊ തീർന്നേരെ. ഓക്കെ, നമ്മളിപ്പുറത്തെത്തി. ഇനി വലിയ കുഴപ്പമൊന്നുമില്ല. ഇതെന്താണ്?
ഓ ഇതെന്താ ലോറീസായേ എന്താണ് ലോറീസ ദി ലിബ്രാറീന അത് സാധനം. ഓ മൈ ഗോഡ് ഇത് മറ്റേ തള്ളച്ചി. അയ്യോ ഇത് മറ്റേ ടീച്ചർ. ഇതിനെ തീർത്താലേ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ പറ്റുന്ന തോന്നുന്നു. ഓ മൈ ഗോഡ് ദേണ്ട പുറകെ ആയിരുന്നു. എടാ മോനെ വെറുതെ കിടന്ന് ഭയണ്ടാന്ന്. എന്റെ കൈമില്ലേ പുസ്തകം നിനക്ക് ഗിഫ്റ്റ് തരാനാണ് ഞാൻ നിന്റെ ഭയ്യ തന്നെ വരുന്ന്. ആടെ നിക്കുന്നു. ആ ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തോണ്ട് അടിച്ചു കൊല്ലാനല്ലേ? അത് വേണ്ട ഗൈസ്, ഈ ഒരു തള്ളച്ചിനെ കണ്ണു നോക്കറാ. ഓക്കെ തീരുമാനമായി എന്നാ തോന്നട്ടാ. ഇനി ഇതിന്റെ ഹസ്ബൻഡിന്റെയും കൂടെ നമ്മൾ തീർക്കണം ഗൈസ്. അതെ എന്റെ പുന്നോളിയോ എത്ര വലിയ സാധനമാടേ. ഓക്കെ ഇനി നമുക്ക് അങ്ങോട്ടേക്കാ പോണ്ടത്? ഐ ഡോണ്ട് നോ ഗൈസ്. ഇവന് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോണ്ടത്. ഏയ് ഇവിടുന്നല്ലേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടി വന്നത്. അതെ അപ്പൊ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അതെ ഗൈസ് ഇനി എന്തൊക്കെ ട്രാപ്പാണ് ഈ ഒരു സ്കൂളിന്റെ ചുറ്റും ഇല്ലെന്ന് എനിക്കൊരു പിടുത്തമില്ലാട്ടാ. ആദ്യം നമുക്ക് ആ ഒരു വലിയ ഹസ്ബൻഡിനെയും കൂടെ അങ്ങോട്ട് തീർക്കണം, ആ ഒരു ഏലിയനെ. ഓക്കെ ലെറ്റ്സ് ഗോ. ഇതുവഴി പോവാം. ഇവിടെ എന്താ പരിപാടി? ഓ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഞെക്കണാ നോക്കട്ടെ. ഏയ് ഇതെന്താണ്? ഓ ഇതല്ല, നമ്മൾ ഈ ഒരു സാധനം എടുത്തിട്ടേ അപ്പുറത്ത് വെച്ചിട്ട് ഒരു പാലം പോലെ ആക്കിയിട്ട് നമ്മൾ അപ്പുറത്ത് കിടക്കണമെന്ന് തോന്നിട്ടാ. കണ്ട ബുദ്ധിയില്ലവർക്ക് ഇതൊക്കെ മനസ്സിലാവും എന്നെ പോലെ. അതൊക്കെ അത്രയുള്ളൂ. ലുസ്കോ ഇനി ഇവിടെ വെക്കാം. ഓക്കെ കറക്റ്റ് ആയിട്ട് പോണം. താഴെ വീണതിന് നമ്മൾ അൽഫാം ആവും. ഓക്കെ ഗൈസ് ഇവിടെ വെക്കാം. ലെറ്റ്സ് ഗോ. ഇനി ഇവിടുന്ന് ഇത് ആവശ്യം ഉണ്ടാവുക? ഐ ഡോണ്ട് നോ. എന്തായാലും നമുക്ക് ചാടി പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഓ ഇനി ഇതിന്റെ ആവശ്യമില്ല, ഇത് ഇവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് മുകളിലേക്കാണോ പോണ്ടത്? അല്ല താഴേക്കാണ്. പക്ഷെ താഴെ ലാവയല്ലേ. ഇത് താഴെ നമ്മളെ ലാവയിൽ കൊണ്ടുപോയി ഇടുവാണ് ഈ ഒരു മെഷീൻ. നോക്കട്ടെ താഴോട്ടാണ് പോണത്. അമ്മച്ചി താഴെ ലാവിയുണ്ട്. എന്ത് പറ്റുന്ന അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. വേണ്ട എന്തോ സൗണ്ട് ഒക്കെ കേൾക്കുന്നത്. ഓ ഇതെന്തോ വെള്ളമൊക്കെ സ്ഥലാണ് കേട്ടാ. ഓക്കെ ഗൈസ് ഇത് നോക്കറാ. എടി ഒരു പച്ച കളറിലെ വെള്ളം കണ്ടിട്ട് ഭയങ്കര ആഴമുണ്ടെന്നാ തോന്നട്ടാ. എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല. ഇതിൽ വീണാലും നമ്മുടെ കാര്യം തീരുമാനമാവും. അമ്മച്ചി ഓക്കെ. ഓ ഇതെവിടെ എന്തോ പച്ച കളർ വേറെന്തോ ഒരു വെള്ളം ഒഴുകിപ്പോണ്ട്. ഐ തിങ്ക് ഇത് പോയിസൺ ആയിരിക്കും. അപ്പൊ താഴെയും പോയിസൺ വെള്ളമായിരിക്കൂലേ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ചാടി കറക്റ്റ് ആയിട്ട് പോകണം. അമ്മച്ചി അതിനെ മുട്ടിക്കഴിഞ്ഞാ നമ്മുടെ കാര്യം തീർന്നു. ഓക്കെ ഇനി ഈ ഒരു പഴിപ്പ് വഴി പോകണം. ഓതി ഗൈസ് വെള്ളം കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ താഴെ വീണാൽ നമ്മുടെ കാര്യം തീരും. അതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ ചാടി പോവായിരുന്നു വെള്ളത്തിൽ. ഓ ഇതൊക്കെ ഒരുത്തം വെള്ളത്തിൽ കിടക്കണ്. ആന്റി കുറെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടിട്ടാ. അതൊക്കെ ട്രാപ്പാണ് ഗൈസ്. അതിലൊന്നും മുട്ടാണ്ട് നമ്മൾ നൈസായിട്ട് എസ്കേപ്പ് ആവണം. മുട്ടിക്കനെ നമ്മൾ വെള്ളത്തിൽ പോവും, അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ തീരും. അതാണ് നടക്കാൻ പോണത്. ഓക്കെ കറക്റ്റ് ആയിട്ട് ബുദ്ധിപരമായിട്ട് പോകണം. ഓക്കെ അതങ്ങോട്ട് പോട്ടെ. ഓക്കെ ഓടിക്കോ സ്റ്റോപ്പ്. അമ്മച്ചി ഇപ്പൊ മുട്ടിയനെ. ഓക്കെ ഒന്നും കൂടെ പോട്ടെ. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അമ്മച്ചി ഓക്കെ ഇത് ഇങ്ങോട്ട് പോയോടെ നമുക്ക് ഓടാം ഗൈസ്. ഓക്കെ ഇങ്ങോട്ട് പോട്ടെ. യെസ് ഓ മൈ ഗോഡ് എത്തി. ഒന്നും പറ്റില്ല. ഇതൊക്കെ ഇനി റബ്ബറിന്റെ വില. അയ്യോ അടിപൊളി. നമ്മൾ ഈ റബ്ബറിന്റെ വില കറക്റ്റ് ആയിട്ട് ചാടണം കേട്ടാ. ഈ ഒരു പെൻസിലില്ല റബ്ബറിന്റെ മേലെ, അങ്ങനെയല്ല റബ്ബറില്ല പെൻസിലിന്റെ മേലെ ചാടിയിട്ട് അപ്പുറത്തെ ലാഡർ വഴി നമ്മൾ മുകളിലോട്ട് പോകണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ പൊട്ടിപ്പോവാ ഇല്ലാന്നാ തോന്നുന്നത്. ഓക്കെ ഗൈസ് നമ്മൾ ഇപ്പുറത്തെ അത്രയല്ലോ. നീ ലാഡർ വഴി നമുക്ക് മുകളിലേക്ക് കയറാം. ഇനി ആ ഒരു ഹസ്ബൻഡ് ആ ഒരു ടീച്ചർ എവിടെയാ ഇല്ലെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഓക്കെ ഇവിടെ എന്താണ്? ഓ ഇതെന്താണ്? ഓ ഇത് സ്പീഡിൽ ഓടേണ്ട സ്ഥലം. ദേണ്ട ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ദേണ്ട ആ ഒരു ടീച്ചർ അവിടെ നിൽക്കുന്നത്. പക്ഷെ അത് പ്രതിമയാണെന്നാ തോന്നട്ടാ. ലെറ്റ്സ് ഗോ കറക്റ്റ് ആയിട്ട്. അമ്മച്ചി താഴെ മൊത്തം ലാവയാണ്. കറക്റ്റ് ആയിട്ട് ചാടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ല നമ്മുടെ ഗേരി അങ്ങോട്ട് തീരുമാനമാവും. ഓക്കെ എത്താറായി കുറച്ചും കൂടെ പോടുന്നു. ജസ്കോ അത്രയില്. ഓക്കെ എത്തി. അല്ല പിന്നെ ഐ ആം എ പിറോ പ്ലെയർ. അതൊക്കെ അത്രയില്ലു ഗൈസ്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പുറത്തെത്തിയട്ടാ. വേണ്ട അവിടെ എന്തോ ഉണ്ടല്ലോ. അതെന്താണ്? കപ്പാണാ അത് ഗൈസ്? അതൊരു ട്രോഫിയാണ്. ഇതെന്താണ്? ടേക്ക് ദിസ് ട്രോഫി. ഓ നമ്മൾ ജയിച്ച്, അതുകൊണ്ട് ട്രോഫി എന്താന്ന് തോന്നട്ടാ. ഓക്കെ ഇതങ്ങനെ എടുക്കാം. ഓ അയ്യോ ഓ മൈ ഗോഡ്. അയ്യോ ഇത് ട്രോഫി അല്ല, ട്രോഫിനെ കണക്കത്തെ ഒരു ലോഞ്ചറാണ്. ഓ മെച്ചി എടാ ഇയാള് കുറച്ച് വിഷയാണ് കേട്ടാ. ഇയാളെ തകർത്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ പറ്റൂ. ഓ മൈ ഗോഡ് ആ ഒരു ലോഞ്ചർ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഇയാളെ അടിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമാവും. നിക്കടവിടെ. ഇവിടം വരെ വന്ന എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ നശിപ്പിച്ചു. നിന്നെയും ഞാൻ നശിപ്പിച്ചു കളയും. നീ എത്ര തന്നെ ശ്രമിച്ചാലും എന്റെ ഈ ബലശാലിയായിട്ടുള്ള റോബോട്ടിനെ നിനക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല. ഏകദേശം ഹെൽത്ത് കുറച്ചിട്ടുണ്ട്. മെഗാ റോബോട്ട് 9000 എന്നാണ് ഈ ഒരു റോബോട്ടിന്റെ പേര്. ഓക്കെ ജസ്റ്റ് കുറച്ചും കൂടെ തീർത്ത് അത് ഗൈസ്. ഓ മൈ ഗോഡ് എടാ നമ്മൾ ഇത്രയും വലിയ റോബോട്ടിനെ നശിപ്പിച്ചു. ഓ നമ്മൾ ഭയങ്കര പവർഫുൾ തന്നെയല്ലേ. ഇതെന്താണ്? ഓ ഇത് ഗേറ്റ് തുറന്നതാണാ. ഞാൻ വിചാരിച്ചു വേറെന്തോ സാധനം വന്നെന്ന്. എത്ര വലിയ ഗേറ്റ് ആണല്ലേ. സോ ഗൈസ് ഇനി നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നട്ടാ. നമ്മൾ പുറത്തെത്തി നോക്കറാ. അവിടെ ഒരു വണ്ടി കാണുന്നുണ്ട്. ഐ തിങ്ക് നമ്മൾ ആ വണ്ടിയിൽ കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആവുമായിരിക്കും. അതെ നമുക്ക് അതിൽ കയറിയിട്ട് നൈസായിട്ട് അങ്ങോട്ട് പോവാം.
ഗൈസ് നിങ്ങൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ പുറത്തെത്തി. ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മൾ വേറൊരു സ്കൂളിൽ നിന്നും കൂടെ എസ്കേപ്പ് ആയിരിക്കാണ്. അടുത്തനി എവിടെയാണ് നമ്മൾ കുടുങ്ങാൻ പോകുന്നത് ഒരു പിടുത്തൂല്ല കേട്ടാ. ഓക്കെ, ഈ വണ്ടിയിൽ നമ്മൾ കയറണ, ഇത് ഞെക്കണ നോക്കട്ടെ. അതാണ്ട് വണ്ടി പോന്ന്. ഹലോ, ആള് കയറാണ്ട്. ഹലോ, ഏയ് അതെന്ത് പോക്കാണ്? ഡേയ്, ഓ ഇവിടെ വേറെ വണ്ടി വന്നു. ഓക്കെ ഗൈസ്, ഇപ്രാവശ്യം നമുക്ക് കയറിയതിന് ശേഷം ഞെക്കാട്ടാ, ഇല്ലെങ്കിൽ വണ്ടി നമ്മളെ കൂട്ടാണ്ട് അങ്ങോട്ട് പോകും. ഓക്കെ, ഓ വേണ്ട, നമ്മൾ അവിടത്തേക്കാണ് പോണത്. അടിപൊളി. അപ്പൊ നമ്മളെ എസ്കേപ്പ് ആയട്ടാ. അവിടെ എത്തിയാൽ ശരിക്കും എസ്കേപ്പ് ആവും. ഇതാരാണ് ചാടി കളിക്കണത്? ഹലോ, ഡേയ് ഞാനല്ലേ അത്? അതെ ഗൈസ്, ഞാൻ ജയിച്ചോണ്ടേ എന്റെ വലിയ പ്രതിമനാടെ വെച്ചെന്നു. പ്രതിമയല്ല, ഒരു റോബോട്ട് കണക്കത്തെ ഒരു സാധനം, അത് അനങ്ങുന്നൊക്കെ ഉണ്ട് കണ്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആയി. വേണ്ട, മറ്റേ ആ ഒരു ടീച്ചർ ഇവിടെ നിൽക്കണ്. ആ ഒരു ടീച്ചറിന്റെയും റോബോട്ടാണ് ഇത്, അറിയില്ല. ഹേ കുട്ടിപ്പയ്യ, ഇപ്രാവശ്യം നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം നിന്നെ കൊടുക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ട്രാപ്പ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രാവശ്യം നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല.